ഇത്രയും അധികം ആളുകൾ വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇവിടെ ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം ഇപ്പോൾ ഇന്നത്തെ ഈ പ്രസംഗം ആരെങ്കിലും പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈവ് പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. നടക്കട്ടെ. അപ്പോൾ യോഗാണത്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം എന്താ പ്രസംഗിച്ചത്? ഒരുപാട് സ്ഥലങ്ങൾ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണം എന്നാഗ്രഹിച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ടേക്ക് വന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞതല്ലേ. അപ്പം ഇനി എവിടേക്കും കാല് കുത്താൻ ബാക്കിയുള്ളവർ സമ്മതിക്കുമോ? അപ്പം എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് തരണം. എല്ലാ ജില്ലകളിലും പേര് വന്നിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും സന്തോഷിക്കാം. കാരണം ഞാനല്ല ആവശ്യപ്പെട്ടത്, അത് എല്ലാവരും അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പാലക്കാട് എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലമുണ്ടെന്നും ആ നിയോജക മണ്ഡലത്തിലെ 2ാം സ്ഥാനത്ത് 2 പേര് വന്നു. അതിലൊരാള് ശോഭയാണ് എന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഹോം മിനിസ്റ്റർ അമിത്ഷാജിയാണ്. അപ്പൊ അമിത്ഷാജി പറഞ്ഞു, പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്തോളൂ. സുരേന്ദ്രനെ എന്നെയും വിളിച്ചു മുറിയിലേക്ക്. ഞങ്ങൾ 2ആളും പോയി. ആദ്യം സുരേന്ദ്രനെ അകത്തിരുത്തി. തിരിച്ചു വന്നപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞത്? അപ്പോൾ ആള് പറഞ്ഞു, തിരുവനന്തപുരത്ത് നിന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. എവിടേക്ക്? വെറും 89 വോട്ടിനെ പരാജയപ്പെട്ട മഞ്ചേശ്വരത്തേക്ക്. അപ്പൊ ആള് പറഞ്ഞാൽ പിന്നെ അതിന് മറുവാക്കില്ല. കാരണം രാഷ്ട്രീയത്തിലെ ചാണക്യനാണ്. അതുപോലെ അടുത്ത ഊഴം എനിക്കായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചു. അപ്പോൾ അതിനു മുൻപ് ഞാനൊരു കലണ്ടർ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കലണ്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ മാസങ്ങളും എഴുതിയിട്ടുള്ള ഒരു കലണ്ടർ. അപ്പൊ അത് അമിത്ഷാജിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാം എന്ന് വിചാരിച്ച ഒരു കലണ്ടർ ഞാൻ കോർ കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോൾ അടുത്തു കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതിനിപ്പോൾ സമയം വരും എന്ന് പറഞ്ഞു ഈ കലണ്ടറിന്. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റിന്റെ മുറിയിൽ ഇരുന്നോളാൻ പറഞ്ഞു, ഒറ്റയ്ക്ക്. അത് കഴിഞ്ഞ് അപ്പൊ 2ാമത് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഈ കലണ്ടർ പാലക്കാട് ആവശ്യം വരും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഇപ്പൊ കലണ്ടറൊക്കെ പെട്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ കലണ്ടറിൽ ഞാനും അമിത്ഷാജിയും ഞാനും മോദിജിയും അങ്ങനെയുള്ള ആളുകളൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ആ കലണ്ടറിൽ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇവിടെ ഇരിക്കുന്നവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എത്ര കാലമായില്ലേ നമ്മളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? എന്നേക്കാൾ മുതിർന്ന ആളുകൾ ഈ ഹാളിൽ ഇരിക്കുന്നത്. 20 കൊല്ലവും 30 കൊല്ലവും 40 കൊല്ലവും ഒക്കെ. ഞങ്ങൾക്ക് എത്ര വോട്ട് കിട്ടുന്നു എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല. പക്ഷെ ഞങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് BJP ആണ്, RSS ആണ്. ഞങ്ങൾ പണ്ട് ജനസംഘമായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് നേതാവ് ആരായാലും പ്രശ്നമല്ല, അല്ലേ? കൊടി പിടിക്കുന്ന ആളുടെ മുഖം പ്രശ്നമില്ല. ഏത് പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റ് മാറി മാറി വന്നാലും കരുത്തരായിട്ടുള്ള പൂർവികരായിട്ടുള്ള നമ്മുടെ ആളുകളും അവരെ സ്നേഹിച്ച നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിലുള്ളത് സ്ഥാനാർത്ഥിയല്ല, ചിഹ്നമാണ്, താമരയാണ്. അപ്പൊ ആ താമരയെ ഇത്ര കണ്ട് സ്നേഹിച്ചുകൊണ്ട് താമര ഒന്ന് ജയിച്ചു കാണണം, അല്ലെ? നമുക്ക് MLA-മാരുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്ന സമയത്താണ് നമുക്ക് കേരളത്തിലെ ജനങ്ങൾ കാണിച്ചു തന്നു, കേരളത്തിൽ താമരയിൽ വോട്ട് ചെയ്യാൻ ജനം തയ്യാറാണ് എന്നതിൻ്റെ ആദ്യത്തെ സൂചന നമുക്ക് കിട്ടിയത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിൽ 75,000 വോട്ടിന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുരേഷ് ഗോപി അവിടെ നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ചു. 28% വോട്ട് തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹത്തിന് കിട്ടി. പിന്നെ തൃശ്ശൂരിന്റെ അപ്പുറത്തേക്ക് പോവാം. ഞാൻ ആലപ്പുഴയിൽ പെർസെൻറ്റേജ് വോട്ട് 1% കൂടുതലാണ് നമുക്ക് കിട്ടിയത്. കാരണം ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകൾ, സുധാകരൻ സാറിന്റെ നാട് അമ്പലപ്പുഴ, അച്യുതാനന്ദൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ നാട്, അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കേരളത്തിൽ പേരെടുത്ത, അത്
ഇപ്പൊ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ പോയി വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് പേരെടുത്ത ആൾക്കാരല്ല. എങ്ങനെ പേരെടുത്ത ആൾക്കാരാണ്? അതായത് സ്ഥാനം അലങ്കരിച്ച ആളുകൾ. ആ സ്ഥാനം അലങ്കരിച്ച സമയത്ത് എന്തു ചെയ്തു എന്നുള്ളത് വേറെ കാര്യം. സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള വലിയ വലിയ ആളുകളുടെ ഒരു ഈറ്റില്ലമായിരുന്നു ആലപ്പുഴ. ആ ആലപ്പുഴയിൽ KC വേണുഗോപാലന്റെ ബൂത്ത് 1-ാം സ്ഥാനം താമര, സുധാകരൻ സാറിന്റെ ബൂത്ത് 1-ാം സ്ഥാനം താമര, പുന്നപ്ര വയലാർ, അത് അവരുടെ ആത്മാഭിമാനത്തിന്റെ കൊടുമുടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഴയകാല നേതാക്കന്മാരെല്ലാം തന്നെ കടന്നു വന്നിട്ടുള്ള ഒരു സ്ഥലം. അവിടെ പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക് 2 പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിനെ തന്നെ 2ആയി ഭാഗിച്ചിട്ട് സംഘടനാ സംവിധാനത്തിൽ വിളിക്കുന്നത് പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക് എന്നാണ്. നാട്ടുകാരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ആ പുന്നപ്ര വടക്കും തെക്കും പെട്ടി പൊളിച്ചപ്പോൾ 1-ാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി. വയലാർ വിപ്ലവ ഭൂമി, അവിടെയും 1-ാം സ്ഥാനം BJP. അപ്പോ തെരഞ്ഞെടുപ്പിന് ശേഷം പത്രക്കാർ പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒഴുക്കാനുണ്ടായത് എന്ന് പറയുണ്ടായി. പക്ഷെ ഞാൻ അവിടെ പരിശോധിച്ചപ്പോൾ കോൺഗ്രസ് മാത്രം ഉള്ള ഒരു പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ അവിടെ. ആ പഞ്ചായത്തിലൂടെ സ്ഥാനാർത്ഥിയുടെ വാഹനം ഒരു തവണ മിന്നിപ്പോയിട്ടേ ഉള്ളൂ. കാരണം പാർലമെന്റിൽ മത്സരിക്കുക എന്നുള്ള ചെറിയ പണിയില്ല. 7 അസംബ്ലി മണ്ഡലങ്ങളാണ്. ആ 7 അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നതാണ് ഒരു പാർലമെന്റ്. അപ്പോൾ പാർലമെന്റില് ആലപ്പുഴ മത്സരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്നെ പാർട്ടി തീരുമാനിച്ചു. ഞാൻ 1 മാസം മുമ്പ് ആലപ്പുഴയ്ക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പല സ്ഥലത്തും ആളുകൾ ദേഷ്യപ്പെട്ടു. കാരണം കാണാൻ കിട്ടാതെ, അവർക്ക് ഷാളിടാൻ പറ്റാതെ, അവരെൻ്റെ കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ പറ്റാതെ, സെൽഫി എടുക്കാൻ പറ്റാതെ വേദനിച്ച ആൾക്കാർ. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, 10 മണിക്ക് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടി അവസാനിക്കും. 10 മണി കഴിഞ്ഞാൽ അർദ്ധരാത്രി 2 മണി വരെയും ഞാൻ റോഡിലുണ്ടാവും. എന്നെ കാത്ത് 4 ആളോ 10 ആളോ നിന്നാൽ ഞാൻ അവിടെ വരും, നിങ്ങളുടെ കൂടെ നിൽക്കും, ഫോട്ടോ എടുക്കും. അർദ്ധരാത്രി 12:30 മണിക്ക് പല ദിവസങ്ങളിലും ഞാൻ ലൈവ് ചെയ്തു. എന്താണ്, ഞാൻ അവിടെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളെയും കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ സമയം 12:30. അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ അതിനിടയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഒരു കാരണമില്ലാതെ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു 1 മണിക്ക്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നമ്മൾ ചെല്ലുമ്പോ ഭാരതീയ ജനതാ പാർട്ടിക്ക് ബൂത്ത് കമ്മിറ്റി ഇല്ലാത്ത കോൺഗ്രസുകാർ കൂടുതലുള്ള കണ്ടല്ലൂർ പഞ്ചായത്ത് വെട്ടിപ്പൊളിച്ചപ്പോ 1-ാം സ്ഥാനം BJP. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ 4 പഞ്ചായത്ത് തിരുവനന്തപുരത്ത് കിട്ടിയപ്പോ ആലപ്പുഴയില് എനിക്ക് പറഞ്ഞത് അവിടെ കിളക്കി മറിക്കണം, പണിയെടുക്കണം എന്നാണ് പറഞ്ഞത്. ഞാനും എന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരും ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. 8 പഞ്ചായത്ത്, കേരളത്തിലെ നമ്പർ 1 നമ്മൾ പിടിച്ചു. 8 പഞ്ചായത്തിലെ ഭരണം. 8 പഞ്ചായത്തിലെ ഭരണത്തിലെ അരൂർ മണ്ഡലത്തിലെ പള്ളിപ്പാട് കംപ്ലീറ്റ് ജയിച്ചത് 90% സ്ത്രീകളാണ്. ഞാനിത് സൂചിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു. അവരുടെ വോട്ട് താമരയിലേക്ക് വന്നു. 29% വോട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോയാലോ, ആറ്റിങ്ങലില് നമ്മൾ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് TV ചാനലില് മുന്നിൽ നമ്മളെല്ലാവരും തന്നെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മുടെ നേതാവ് വിജയിക്കും എന്ന് ആഗ്രഹിച്ചു. അതിന് തൊട്ട് മുമ്പ് ആറ്റിങ്ങലിൽ എനിക്ക് മത്സരിക്കാൻ ഒരു അവസരം കിട്ടി. ആ സമയത്ത് C ക്ലാസ് മണ്ഡലമായിരുന്നു. 90,000 വോട്ടായിരുന്നു. അത് പെട്ടി പൊളിച്ചപ്പോൾ 2.5 ലക്ഷം വോട്ട് നമുക്ക് കിട്ടേണ്ടായി. അപ്പോൾ ആ ആറ്റിങ്ങലിൽ കുറഞ്ഞ വോട്ടിനാണ് നമ്മൾ പരാജയപ്പെട്ടത്. തിരുവനന്തപുരത്ത് കുറഞ്ഞ വോട്ടിനാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഇവിടെ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ മോശമല്ല. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 40,000-ഓളം വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. മലമ്പുഴ നിയോജക മണ്ഡലത്തിലും 40,000-ൽ കൂടുതൽ വോട്ട് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? അപ്പൊ പാലക്കാടും മുന്നേറുകയാണ്, പാലക്കാടിലും മാറ്റങ്ങൾ വരികയാണ്. പാലക്കാട് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയാൽ എന്തിനു പറയണു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാറപ്പുറത്തെ ബൂത്തിൽ വരെ BJPക്ക് 3 ഇരട്ടി വോട്ട് വാങ്ങാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിക്കും. അതിനർത്ഥം എന്താണ്? ഈ കോൺഗ്രസ് LDF എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ബദലല്ല കോൺഗ്രസ്. ആരെ ബദല്? ബദല് BJP ആണ് എന്ന് കേരള രാഷ്ട്രീയം തെളിയിച്ചു. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ, കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ആ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ വന്ന നമ്മുടെ സ്ഥാനാർത്ഥികളെ നോക്കി, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകത്തെ നോക്കി, സംസ്ഥാന ഘടകത്തെ നോക്കി 2 പാർട്ടികളും പറഞ്ഞു. എന്താ പറഞ്ഞത്?
ഒരു കാരണവശാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ 4 ഇടത്ത് BJP എത്തിക്കില്ല എന്നാ പറഞ്ഞത്. ഒരു ഗ്രൗണ്ടിൽ LDF-ഉം UDF-ഉം ഒരുമിച്ച് ചേർന്നിട്ടും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് അവിടെ നേടിയെടുക്കാൻ സാധിക്കും. ജയിച്ചു കഴിഞ്ഞപ്പോ അമേരിക്കൻ പ്രസിഡന്റിനെ കെട്ടിപ്പിടിച്ചതിനേക്കാൾ വലിയ കെട്ടിപ്പിടുത്താണ് നരേന്ദ്രമോദിജി നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറെ കെട്ടിപ്പിടിച്ചത്. കണ്ടില്ലേ തിരുവനന്തപുരത്ത് സ്റ്റേജിൽ? എന്താ അതിനർത്ഥം മോദിയാണ് ഗ്യാരണ്ടി. അദ്ദേഹം അത് കഴിഞ്ഞു ഇവിടെ പ്രസംഗിക്കാൻ വന്നു. ആ പ്രസംഗിക്കാൻ വന്ന വേദിയിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു മോദിയാണ് ഗ്യാരണ്ടി. അപ്പൊ എന്തിനാണ് മോദിയുടെ ഗ്യാരണ്ടി? അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞു സ്കിൽ ഡെവലപ്മെന്റ്, കേരളത്തിലെ മിട്ടുമിട്ടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാരികൾക്കും വഴി കാണിക്കാനുള്ള പദ്ധതികൾ എന്റെ കയ്യിലുണ്ട്, ഞാനത് നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സുരക്ഷ കളിക്കാൻ എന്റെ കയ്യിൽ പദ്ധതിയുണ്ട്. ഇവിടുത്തെ സാമ്പത്തിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ പദ്ധതിയുണ്ട്. മോദിജി ടൂറിസത്തെ കുറിച്ചാണെങ്കിലും കൃഷിയെ കുറിച്ചാണെങ്കിലും ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണെങ്കിലും സാമൂഹ്യ സുരക്ഷിതത്വത്തെ കുറിച്ചാണെങ്കിലും എല്ലാ മേഖലകളെ കുറിച്ചും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുകയല്ല, ആ സ്വപ്നം പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിൽ ശ്രീമാൻ നരേന്ദ്രമോദിജി വിജയിക്കുകയും ചെയ്തപ്പോ കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് റോഡ് നിറയെ ഫ്ലക്സ് ബോർഡ് വെച്ചു. മഞ്ഞ ബോർഡ്, നീല ബോർഡ്, അതിൽ എഴുതിയിരിക്കുന്ന എന്താണ്? എല്ലാം ശരിയായി. എങ്ങനെ ശരിയായി? അതായത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ശ്രീമാൻ നരേന്ദ്രമോദി വരുമ്പോൾ ആ സ്റ്റേജ് പരിഷ്കരിച്ചു. അതായത് കോടാനുകോടി രൂപയുടെ പദ്ധതി കേരളത്തിലെ ജനങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി വരുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ വേദിയിൽ ഇരിക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പരിപാടി ബഹിഷ്കരിച്ചു. എന്താ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ കൂടുതൽ പറഞ്ഞ് ചോദിക്കേണ്ടതിന് പകരം ആ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഇത്ര കണ്ട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദിജിയോടൊപ്പം ഇരിക്കാൻ അഭിമാനം സമ്മതിച്ചില്ല. കാരണം എന്താണ്? ഉള്ളില് വേദനിക്കുകയാണ്. ഗ്രാമങ്ങളിലെ സ്കൂളുകളിലേക്ക് 1 കോടി കൊടുക്കാമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി PM ശ്രീ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ, കുടിവെള്ളമില്ലാത്ത ഒരൊറ്റ ഗ്രാമം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൊണ്ടുവന്ന ജലനൽ പദ്ധതി, ആ ജലനൽ പദ്ധതിക്ക് വേണ്ടി റോഡ് കുഴിച്ചു മാറ്റിയിട്ട് പല പ്രദേശത്തും പൈപ്പെത്തി, എത്തിയ പൈപ്പ് തുറന്നാൽ കാറ്റല്ലാതെ ഒരു തുള്ളി വെള്ളമില്ലാത്ത ഗ്രാമങ്ങൾ ഇന്നും കേരളത്തിൽ അവശേഷിക്കുകയാണ്. അത് പാതി പണിഞ്ഞിട്ടിരിക്കുകയാണ് കേരളത്തിൽ. ആ പദ്ധതികൾ എങ്ങും മുന്നോട്ട് പോകുന്നില്ല. പിന്നെയോ കേന്ദ്ര ഗവൺമെന്റ് വയനാട് ദുരന്ത സമയത്ത് കൊടുത്ത പണത്തിന്റെ കണക്കില്ല. കേന്ദ്ര ഗവൺമെന്റ് ടൂറിസം മിനിസ്ട്രിക്ക് വേണ്ടി കേരളത്തിലേക്ക് കൊടുത്ത പദ്ധതിയുടെ കണക്കില്ല. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതിന് അനുവദിച്ചിട്ടുള്ള പണത്തെ കുറിച്ച് ഒരു കണക്കും പറയുന്നില്ല. ഇവിടെ ജീവിക്കാൻ നിർവ്വാഹമില്ലാതെ സാമ്പത്തിക മേഖല അധപ്പതനത്തിലേക്ക് നിബന്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പണം കടമായിട്ട് തന്നില്ലെങ്കിൽ ട്രഷറി പൂട്ടുമെന്ന് പറയാൻ KV തോമസ് സാറിനെയും കൊണ്ട് ഡൽഹിക്ക് പോയി കേരളത്തിന്റെ മുഖ്യമന്ത്രി. പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് KV തോമസ് മാഷ് പോയത്. നമ്മൾ ശമ്പളം കൊടുക്കണം അവിടെ. എന്താണ്? 1.5 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് പിന്നെ ചെലവും പിന്നെ താമസവും ഒക്കെ ചേർത്ത് 2-2.5 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ട് ശ്രീമാൻ KV തോമസ് ഡൽഹിയിൽ പോയി ഉണ്ടുറങ്ങി കഴിഞ്ഞിട്ട് ഒരു ചർച്ചയില് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ KV തോമസ് മാഷോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയോ? എയിംസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരുന്നു. എത്ര സ്ഥലം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിന്? ഒരു സ്ഥലമല്ലേ കൊടുത്തിട്ടുള്ളൂ എന്ന് ചോദിച്ചപ്പോ ഉത്തരം പറയാൻ സാധിക്കാതെ ഇനിയും സ്ഥലം കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ ആ KV തോമസ് മാഷ് മുഖ്യമന്ത്രി നമ്മുടെ കേന്ദ്രമന്ത്രിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിട്ടു. എവിടെ? കേരള ഹൗസില്. മുഖ്യമന്ത്രിയുടെ കൂടെ വന്നിരുന്ന് ചായ കുടിച്ചു. എന്നിട്ട് നിർമ്മലാ സീതാരാമൻജി, അതിനുശേഷം എനിക്ക് നിർമ്മലാ സീതാരാമനെ കാണാൻ ഭാഗ്യമുണ്ടായി. അപ്പൊ നിർമ്മലാജി പറഞ്ഞു അത്രേ, എന്താണ്? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കഴിവും പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാർ. പക്ഷേ നിങ്ങളുടെ നാട്ടിൽ ഒരു വികസനം ഇല്ലാത്തത് കൊണ്ട്, വ്യവസായം വരാത്തത് കൊണ്ട്, വിദ്യാഭ്യാസ മേഖല ഉയരാത്തത് കൊണ്ട്, ജോലിക്കുള്ള സാധ്യതകൾ ഒരുക്കാത്തത് കൊണ്ട് കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരികളും നാട് വിട്ടു പോകുമ്പോൾ വീടിനകത്ത് വയസ്സായ ആളുകൾ മാത്രമായിട്ട് മാറുന്ന ഒരു ഹബ്ബായിട്ട് കേരളം മാറുകയാണ്. ഇങ്ങനെ മതിയോ കേരളം എന്ന് ചോദിച്ചുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ അനുവദിക്കാൻ തയ്യാറായി. നമ്മുടെ കേരളത്തിൽ എന്താ ഉള്ളത്? വികസനം. ആകെയുള്ള ടാക്സ് റവന്യൂ, നമ്മുടെ ടാക്സ് ഏറ്റവും കൂടുതൽ പിരിച്ചെടുക്കുന്നത് എന്ത് കാര്യത്തിലാണ്? മദ്യം വിൽക്കുന്ന കാര്യത്തിലാണ്. ആ മദ്യം വിൽക്കുമ്പോൾ
കൂടുതൽ ടാക്സ് പിരിച്ചെടുക്കുന്നു, നോൺ ടാക്സ് റവന്യൂ ലോട്ടറി കച്ചവടത്തിലൂടെ കിട്ടുന്നു എന്നതൊഴിച്ചാൽ ഒരു രീതിയിലുള്ള വ്യവസായത്തിന്റെ നിക്ഷേപങ്ങളും കടന്നു വരാൻ സാധിക്കാത്ത ഒരു നാടായിട്ട് കേരളം മാറി. എല്ലാ വ്യവസായ വകുപ്പ് മന്ത്രിമാരും കഴിഞ്ഞ ദിവസം ദാവോസിൽ പോയി. ദാവോസിൽ ഇവിടുന്ന് രാജീവ് മന്ത്രി പോയിരുന്നു, ഇവിടുത്തെ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി. രാജീവ് മന്ത്രി പോയി അവിടെയൊക്കെ കറങ്ങി തിരിച്ചു വന്നു. അതിന് മാത്രമായിട്ട് ചെലവ് 9 കോടിയാണ് എഴുതിയിരുത്തത്. ജനങ്ങളോട് പറഞ്ഞു 9 കോടി രൂപ ചെലവായി. എന്തിനാ പോയത്? ഇവിടേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് രാജീവ് മന്ത്രി പറഞ്ഞു 1,00,000 കോടിയിൽ പരം വരുന്ന നിക്ഷേപം അത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദാവോസിൽ പോകുന്നത് എന്ന് എയർപോർട്ടിൽ ഇരുന്നു കൊണ്ട് വലിയമായി സംസാരിച്ച കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് തിരിച്ചു വന്നപ്പോ പത്രക്കാർ ചോദിച്ചു അതിന്റെ ഡോക്യുമെന്റ് എവിടെയാ? ഡോക്യുമെന്റ് ഇല്ല. എവിടെയാണ് കച്ചവടം? ആകാശത്ത്, സ്വപ്ന ലോകത്താണ്. ഒരൊറ്റ ആളും ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്നിട്ടില്ല. ഒപ്പം പോയ ഹരിയാനയുടെ മുഖ്യമന്ത്രി, അവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രി, രാജസ്ഥാനിൽ നിന്ന് പോയവർ, മധ്യപ്രദേശിൽ നിന്ന് പോയവർ, ഗുജറാത്തിൽ നിന്ന് പോയവർ, അവരെല്ലാം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വിദേശ നിക്ഷേപം നേടിയെടുത്തുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന് പത്രസമ്മേളനവും കഴിഞ്ഞ് അവിടുത്തെ വ്യവസായത്തിന് നോളജ് പാർട്ണറായി നിശ്ചയിച്ചതിന് ശേഷവും ഒരൊറ്റ കാര്യം പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യം എന്റെയും നിങ്ങളുടെയും മുന്നിൽ നിലനിൽക്കുകയാണ്. ആ സമയത്ത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പത്രത്തിലും പരസ്യം, ആരുണ്ട് ഞാനല്ലാതെ എന്ന് ചോദിച്ചിട്ടുള്ള പരസ്യം, കോടികളുടെ പരസ്യം എന്ന് കൊടുത്തു എന്നാ പറയുന്നത്. ഇപ്പോ 1,000 രൂപ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ ആളുകളെ പറ്റിക്കണം. അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴോ കൈ നീട്ടാൻ ഒരാളുണ്ടല്ലോ. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി അവിടെ കേന്ദ്രത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അദ്ദേഹം ഒരുക്കി കൊടുക്കുമെന്ന് ഉറപ്പുള്ളിടത്തോളം കാലം ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1000 രൂപ കൂട്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു അഭ്യർത്ഥനയുമായിട്ടാണ്. തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മത്സരിച്ച ഒരാളാണ്. ഇത് 9 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇത് 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. വയസ്സ് 55 പോലും ആയിട്ടില്ല. അതിനുള്ളിൽ 10 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറഞ്ഞ ചെറിയ പണിയാണോ? ഞാൻ ഓരോ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു ആശുപത്രിയിൽ ഇതുവരെ കിടന്നിട്ടില്ല. ഒരു ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റിന് ഞാൻ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇതുവരെ പോയി ഇരുന്നിട്ടില്ല. ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നറിയോ? ഇതെന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം? ഈ പോരാട്ടം ഞാൻ ഉൾപ്പെടെ എന്റെ സഹപ്രവർത്തകന്മാർ കേരളത്തിൽ നടത്തുന്നത് നമ്മുടെ പൂർവ്വസൂരികൾ 300-ലധികം വരുന്ന ബലിദാനികൾ ഈ കേരളത്തിന്റെ മണ്ണിൽ പിടഞ്ഞു വീണ് മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ജീവത്യാഗം ചെയ്തത്. അവർ ഒന്നും ആഗ്രഹിച്ചില്ല. അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ RSSകാരനാകും എന്ന് കരുതിയിട്ടല്ല ആ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചത്. അതായത് പന്ന്യന്നൂർ ചന്ദ്രേട്ടൻ മരിച്ചു കണ്ണൂരിൽ. അശ്വിനി കുമാർ എന്ന് പറയുന്ന വിട്ടുമുട്ടിക്കലായിട്ടുള്ള അധ്യാപകൻ കണ്ണൂർ ജില്ലയിൽ കൊല ചെയ്യപ്പെട്ടു. ഒരു തെറ്റും ചെയ്തിട്ടല്ല. എന്റെയും നിങ്ങളുടെയും ഒക്കെ ഓർമ്മകളിൽ കൊച്ചുകുട്ടികളുടെ പുസ്തകത്താളുകളിലും ചോറ്റുപാത്രത്തിലും ഒക്കെ ചോരത്തുള്ളികൾ തെറിച്ചു വീണുകൊണ്ട് ജയകൃഷ്ണ മാസ്റ്റർ പിടഞ്ഞു വീണ് മരിച്ചു. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടൊന്നും അല്ല. കണ്ണൂർ ജില്ലയിൽ ഈ പ്രസ്ഥാനത്തെ വളർത്താൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്. അങ്ങനെയുള്ള ബലിദാനികളുടെ നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഈ NDAക്ക് നമുക്ക് കേരളത്തില് ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നം. ആ സ്വപ്നം വാക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശീലിക്കാൻ സാധിക്കണം. കേന്ദ്രത്തിൽ ബട്ടൺ അമർത്തിയാൽ, കേന്ദ്രത്തിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ആ പദ്ധതി പാവപ്പെട്ട ചായക്കട നടത്തുന്ന നാട്ടുപുറത്ത് ചായക്കട നടത്തുന്നവന്റെ അക്കൗണ്ടിലേക്ക് ആ പദ്ധതിയുടെ ആനുകൂല്യം വരണം. അതിനർത്ഥം ആ ചായക്കട കച്ചവടം നടത്തുന്ന ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കണം എന്നല്ല. അതിവിടെ ചില ആളുകളൊക്കെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. എന്താ അതിനർത്ഥം? ഈ 300 പദ്ധതികളുടെ ആനുകൂല്യം നമുക്ക് കിട്ടണം. കണ്ണാടിയില്, മാത്തൂരില്, പിരായിരിയില് ഇവിടുത്തെ മുഴുവൻ മനുഷ്യരുടെയും ഭക്ഷണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യോൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി രാവും പകലുമില്ലാതെ ഈ കൃഷിഭൂമി ഉഴുത് മറിച്ച് കഷ്ടപ്പെട്ട് മകൻ എഞ്ചിനീയർ ആവാൻ പഠിപ്പിക്കുമ്പോ, മകനെ ഡോക്ടറാക്കാൻ പഠിപ്പിക്കുമ്പോ, മകളെ ടീച്ചറാക്കാൻ പഠിപ്പിക്കുമ്പോ അച്ഛൻ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ ചേറും ചെളിയുമായിട്ട് കയറി വരുന്ന ആ ഓരോരുത്തരുടെയും അച്ഛന്മാരോടുള്ള നമ്മുടെ വിധേയത്വമാണ് കർഷകർക്ക് ആവശ്യമായ പദ്ധതികൾ ഈ
നമ്മുടെ പഴയ നേതാവാണ് ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി. ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് അദ്ദേഹം വിളിച്ചത്. ആദ്യത്തെ മുദ്രാവാക്യം രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവരെ മുഴുവനും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, രാജ്യത്ത് അന്നം ഉണ്ടാക്കുന്നവരെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റിൽ മുദ്രാവാക്യം വിളിച്ച അടൽ ബിഹാരി വാജ്പേയിയുടെ പാർട്ടിയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയുടെ പ്രതിനിധിയായി എനിക്ക് പാലക്കാടിലേക്ക് വരാനും നിങ്ങളോട് വോട്ട് ചോദിക്കാനും കിട്ടിയ അവസരം, ചേറിലും മണ്ണിലും പണിയെടുത്ത് രണ്ടു നേരം വയറ് നിറച്ച് കഴിക്കാൻ സാധിക്കാത്ത ഒരു കർഷകന്റെ മകളായിട്ട് ജനിച്ച എനിക്ക് നിങ്ങളുടെ മുതിർന്ന ആളുകളുടെ മുഴുവൻ അനുഗ്രഹം തലയിൽ കൈവച്ചുണ്ടാകണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ മാത്തൂരിലെ പഞ്ചായത്ത് യോഗത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, അതായത് ഞാനിത് എവിടെയും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് കർഷകന്റെ നെല്ലിന് വില കൊടുക്കാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഈ നാട്ടിൽ കർഷകർ ഉത്പാദിപ്പിക്കാൻ തയ്യാറാണോ എന്ന് പറയുമ്പോൾ ആന്ധ്രയിൽ പോയി അരി വാങ്ങിക്കൊണ്ടുവരാനുള്ള സൗകര്യം ഈ ഗവൺമെന്റ് കാണിക്കുന്നു? 70 വർഷക്കാലമായി കേരളത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിക്കുന്നു. ഇവിടെ നിന്ന് MP-മാരുണ്ടായി, ഇവിടെ നിന്ന് മന്ത്രിമാരുണ്ടായി, ഇവിടെ നിന്ന് MLA-മാരുണ്ടായി. 13 കൊല്ലം UDF-ന്റെ MLA ഉണ്ടായി. എന്നിട്ട് എന്ത് കിട്ടി പാലക്കാടിന്? എന്ത് വികസനമാണ് പാലക്കാട് ഉണ്ടായത്? ആയിരിക്കുന്ന ശ്രീമതി പ്രമീള ശശിധരൻ അവർ മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഏറ്റെടുത്തു. 7 വർഷം മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടിരുന്നു. എത്രയോ പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റും MLA-യും ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം ആഗ്രഹിച്ച പദ്ധതികളുടെ കഴുത്തിൽ കുരുക്കിട്ട് കൊല ചെയ്യാനാണ് പരിശ്രമിച്ചത് ഭരണപക്ഷവും പ്രതിപക്ഷവും. അതിനുശേഷവും എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പണം ആനുകൂല്യം നേടിയെടുത്തുകൊണ്ട് ചെയ്തു തീർക്കാൻ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് സാധിച്ചു. അത് ജനം അംഗീകരിച്ചു. അത് ശരിയാണ് എന്ന് ജനത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും നമ്മുടെ തന്നെ ചെയർമാൻ ഇന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭരണത്തിരിക്കുന്നത്. നമുക്ക് മാത്തൂർ ഭരിക്കണം. നമുക്ക് മാത്തൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവണം. നമുക്ക് പിരാരിയിലും കണ്ണൂരിലും ഇതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയില് പ്രസിഡന്റുമാരുണ്ടായതുപോലെ നമുക്ക് ഇരിക്കാൻ സാധിക്കണം. അതിന് എല്ലാ വീടുകളിലും കയറിച്ചതുകൊണ്ട് നമ്മൾ പറയണം, BJP ആണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബദൽ. അത് തിരുവനന്തപുരത്ത് തെളിയിച്ചു, അത് തൃശ്ശൂരിൽ തെളിയിച്ചു, അത് പാലക്കാട് ജില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിൽ തെളിഞ്ഞു, അത് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും നമ്മൾ കണ്ടു. കണ്ണൂരിൽ നിന്ന് പാർട്ടി വിട്ട് ശ്രീമാൻ രഘു നമ്മുടെ പാർട്ടിയുടെ കൊടി പിടിക്കാൻ വന്നു. രാഷ്ട്രീയ ചാണക്യൻ കരുണാകരന്റെ മകൾ പത്മജ നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നു. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് അഖിലേന്ത്യാ ലീഡറായിട്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രി ശ്രീമാൻ ആന്റണിയുടെ മുൻ കേന്ദ്രമന്ത്രി ആന്റണിയുടെ മകൻ ഇന്ന് നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ നാട്ടികയിൽ പോയി ഒരു വ്യക്തിയുടെ, അതായത് നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ടാണ് എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അവിടെ നാട്ടികയിൽ പോയി ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉദ്ഘാടനം ചെയ്യാൻ കാരണം നാട്ടിക ഒരു SC മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, വേദന അനുഭവിക്കുന്നവർ, അവരുടെ മണ്ണിൽ ആദ്യത്തെ ഉദ്ഘാടനത്തിന് വിളക്ക് കൊളുത്തിയതിനു ശേഷം പാലക്കാട്ടേക്ക് വരാമെന്നും അവരുടെ പ്രാർത്ഥന കൂടി നമുക്ക് സ്വീകരിക്കാം എന്നും കരുതിയിട്ട് അവിടെ പ്രസംഗം നടത്താൻ വേണ്ടി ഞാൻ പോയി. ആ പോയ സമയത്ത് എനിക്ക് നേരത്തെ മനസ്സിലായി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സിറ്റിംഗ് MLA ശ്രീമാൻ മുകുന്ദൻ ഇന്ന് നമ്മുടെ കുങ്കുമഹരിത പതാക പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം എന്റെയും നിങ്ങളുടെയും മുന്നിൽ കേരളത്തിൽ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് മിസ്റ്റർ മുകുന്ദൻ കോൺഗ്രസ് ആയില്ല എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് രാജേന്ദ്രൻ, ശ്രീമാൻ രാജേന്ദ്രൻ ദേവികുളം MLA എന്തുകൊണ്ട് BJP-യിൽ ചേർന്നു എന്നതാണ് ചോദ്യം. എന്തുകൊണ്ട് ശ്രീമാൻ അജിത്ത് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു എന്നതാണ് ചോദ്യം. എന്തുകൊണ്ട് പത്തനാപുരത്തും അതുപോലെ തന്നെ കൊട്ടാരക്കരയിലും രശ്മിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ പാർട്ടിക്കകത്തേക്ക് വരുന്നു എന്നതാണ് ചോദ്യം. എന്താ അതിന്റെ ഉത്തരം? അതിന്റെ ഉത്തരം ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ ഇവിടത്തെ തൊഴിലാളി വർഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ വലിയ നേതാക്കന്മാരും ചെറിയ നേതാക്കന്മാരും താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ്. എന്ത് ചെയ്യണം? എല്ലാ വീടുകളിലേക്കും പോകണം. ബിജീഷ് വൈകാൻ കാരണം ശ്രീമാൻ ബിജീഷിന് പാലക്കാട് ടൗണിൽ എന്റെ ഒരു റാലി ഉണ്ടായിരുന്നു. ആ റാലിയുടെ ഒരു ഭാഗത്തെ നോക്കാൻ വേണ്ടിയിട്ട് ബിജീഷിനെ ഏൽപ്പിച്ചതായിരുന്നു. അവിടെ പോയി ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വാഹനമെല്ലാം പിരിച്ചുവിട്ടിട്ട് ബിജീഷ് തിരിച്ചു വന്നതുകൊണ്ടാണ് ബിജീഷ് ഈ വേദിയിൽ വരാൻ വേണ്ടിയിട്ട് താമസിച്ചത്.
ഞാൻ പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോരുത്തരും രണ്ട് പേര് ചേർന്ന് വീടുകളിൽ പോയി എല്ലാ വീടുകളിലും അഭ്യർത്ഥന കൊടുക്കണം. എല്ലാ വീടുകളിലും നമ്മുടെ നോട്ടീസ് കൊടുക്കണം. റോഡിൽ നമ്മൾ ഇന്ന് മുതൽ നമുക്ക് പോസ്റ്ററുകളും കാര്യങ്ങളും എല്ലാം കിട്ടും. അതെല്ലാം തന്നെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് ഉറപ്പുണ്ട്, പാലക്കാട് നിന്ന് വിജയിച്ച് ഒരു താമരയും പിടിച്ചുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ ആ താമരപ്പൂവും പിടിച്ച് നമുക്ക് അനന്തപുരിയുടെ വാതിലുകൾ തുറക്കാൻ എന്റെ ഈ ഇരിക്കുന്ന സഹപ്രവർത്തകന്മാർക്ക്, എന്റെ മുതിർന്ന ആളുകൾക്ക് കഠിന പ്രയത്നം ചെയ്താൽ പാലക്കാട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷം വാങ്ങി വിജയിക്കാൻ സാധിക്കും. അതിനെ കരുത്തോട് കൂടിയിട്ട് എന്നോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നത്. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കണം. തയ്യാറല്ലേ? നമ്മൾ അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് പറയാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശോഭയായിരിക്കില്ല പാലക്കാട് നിയോജക മണ്ഡലം ഭരിക്കുന്നത്. ഒരു MLA ആകുന്നത് നാട്ടുകാരെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു MLA എന്ന് പറയുന്നത് ആർക്കും എപ്പോഴും MLAയുടെ ഓഫീസിൽ വന്ന് സംസ്ഥാന ഘടകവുമായിട്ട്, അതായത് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റുമായിട്ട് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും പറയാനുള്ള ഒരു താവളമാണ്, ഒരു ആശ്രയ കേന്ദ്രമാണ് MLAയുടെ ഓഫീസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ജോലിക്കാരിയായിട്ടായിരിക്കും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഈ ജീവിതത്തിലെ ഒട്ടനവധി മണിക്കൂറുകൾ, അതായത് ഒരു ദിവസത്തിൽ ആവശ്യമായിട്ടുള്ള സമയത്തെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവൻ ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളിൽ ഒരാളായിട്ടുണ്ടാകും. ആ വീടിന്റെ വാതിലുകൾ ഇവിടുത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി തുറന്നിടും. ആ MLA ഓഫീസ് എന്ന് പറയുന്നത് ഗോവയിലെ നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീപാദ് നായിക്കിന്റെ അടയ്ക്കാത്ത ഓഫീസ് പോലെ ആയിരിക്കും എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചിട്ടയോട് കൂടിയിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ പുതിയ ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബൂത്തിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വയസ്സായിട്ടുള്ള ആളുകൾ വിചാരിക്കും, എന്താണ് ആ ചെറുപ്പക്കാരൊക്കെ പണിയെടുത്തോട്ടെ, ചെറുപ്പക്കാരെ പ്രവർത്തിച്ചോട്ടെ, ഞങ്ങൾ എന്തായാലും ഇത്രയൊക്കെ വയസ്സായല്ലോ എന്ന് വിചാരിച്ച ആരും ഇരിക്കേണ്ട. ഈ ചെറുപ്പക്കാരൊക്കെ ആ ബൂത്തില് എന്താണ് ചെയ്യുന്നത് എന്ന് ഒരു നിരീക്ഷണം നടത്താൻ കാതലായിട്ടുള്ള മുഴുവൻ ആളുകളും തയ്യാറാക്കണം. കാരണം ഒരു വൃക്ഷം നിലനിൽക്കുന്നത് ആ വൃക്ഷത്തിന്റെ വർഷങ്ങളുടെ, അല്ലെ, ഒരു തേക്ക് മരം ഒരു 20 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം കഴിഞ്ഞാൽ അത് മുറിച്ച് ആ തേക്ക് മരത്തെ ഉപയോഗിക്കാൻ പറ്റും. ഒരു തേക്ക് മരം പോലെ ആ കാതൽ എത്രയുണ്ടോ അതിനനുസരിച്ചാണ് ആ മരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ പ്രസംഗങ്ങളിലും പറയാറുണ്ട്, കാതലായിട്ടുള്ള പ്രവർത്തകന്മാരും ഈ കുട്ടികളും ഒരുമിച്ച് ചേരുമ്പോഴാണ് സംഘടനയുടെ സംവിധാനം ദൃഢപ്പെടുന്നത്. അത് ഇവരെയൊക്കെ ഉപദേശിക്കാൻ വേണ്ടി വന്നാൽ ഇങ്ങനെ മതിയോ എന്ന് ചോദിക്കാൻ, ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളും കൊടുക്കാൻ ഒക്കെ എല്ലാവരും സജ്ജരാകണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അമ്മമാരോട് വളരെ വളരെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. കാരണം അമ്മമാരുടെ മാതൃശക്തി എന്ന് പറയുന്നത്, മാതൃശക്തി കൊണ്ടാണ് ഇത്രയും പുരുഷന്മാരായിട്ടുള്ള ആളുകൾ നാട്ടിൽ നടന്ന് ബൂത്ത് പ്രസിഡന്റായിട്ടും ബൂത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടും പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇവർ ചെയ്യുന്ന പണികൾക്ക്, ജോലിക്ക് വീടിനകത്തിരിക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നത് കൊണ്ടാണ്, അല്ലെ? അവർക്ക് ഫ്ലെക്സ് ബോർഡിന്റെ അകമ്പടിയില്ല, അവർക്ക് നോട്ടീസിൽ പേരില്ല, അവർക്ക് അവരുടെ പേരാർക്കും അറിയില്ല. എന്നാൽ അവരുടെ ഭർത്താക്കന്മാരൊക്കെ അറിയപ്പെടുന്ന ആളുകളായിട്ട് നാട്ടിൽ നടക്കുകയാണ്. അപ്പൊ മാതൃശക്തിയുടെ കരുത്തിലാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരമ്മ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഒരമ്മ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത്, അതുപോലെ ഈ നിയോജക മണ്ഡലത്തെ സംരക്ഷിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, അടുത്ത പ്രതിജ്ഞ റോഡിലാണ് MLA ആയതിനു ശേഷം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, അത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലായിരിക്കും, അകത്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് കഴിഞ്ഞിരിക്കുന്നു. വന്ദേ മാതരം.